അപ്പം നമുക്ക് ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു 2 തവണ അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കാം. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ബീറ്റർ വെച്ചിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. 3 തവണയായിട്ട് ഇടുക 1.5 കപ്പ്. പഞ്ചസാരയും മുട്ടയും കൂടി ബീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 6 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 തവണയായിട്ട് ഇട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെച്ചെങ്കിൽ മാവ് കട്ട പിടിച്ചു പോകും നമ്മുടെ പൊടിയൊക്കെ കൂടിയിട്ട്. അപ്പം അതിനനുസരിച്ച് 2 തവണയും 3 തവണയൊക്കെ ആയിട്ട് നമുക്ക് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ മാവ് ഇപ്പോൾ ആവശ്യത്തിന് ലൂസ് ഉണ്ട്. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് മാവ് എടുക്കുമ്പോൾ ബാറ്റർ എടുക്കുമ്പോൾ കട്ടയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോ പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് സ്പാക്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബീറ്റർ മാറ്റിയിട്ട് സ്പാക്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്പാക്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കട്ടിയാണെന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ലൂസ് മതിയാവും ബാറ്ററിന്. നമുക്കിത് ഫോൾഡിലോട്ട് മാറ്റാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 1 കിലോൻ്റെ മോൾഡാണ് ഉപയോഗിക്കുന്നത്. ഇത് 1 കിലോ കേക്കാണ്. അപ്പോൾ ഇതേപോലത്തെ പാനാണ്, റൗണ്ട് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വണ്ടർ ഷെഫ് OTG ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിലാണ് വണ്ടർ ഷെഫ് OTGക്ക് പ്രീഹീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ, ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരു 40 മിനിറ്റ് വരെ എടുക്കും. അപ്പം നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം വെച്ചെടുക്കാം. കേക്കൊന്ന് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്ക് തെന്നി മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിതേപോലെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ കേക്കിലേക്ക് ഒന്ന് കുതിർത്ത് കൊടുക്കാനായിട്ട് ചെറി സിറപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറി കൊണ്ട് ഇതേപോലെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചെറു ചൂടിൽ നമുക്ക് ഇതിലേക്ക് ഓരോ ലെയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്കൊന്ന് ചെറി സിറപ്പിൽ കുതിർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മീതോട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഇതേപോലെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ഇട്ടിട്ടാണ് ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മീതയ്ക്ക് നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ചെറി. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെറി ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതയ്ക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണതുമേ. അപ്പം നമ്മൾ ചെറിയുടെ മീതെ ക്രീം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതയ്ക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. ടോപ്പ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ ബേക്കിംഗ് പേപ്പർ ഈ അടിഭാഗത്താണ് വരിക. അപ്പം നമ്മൾ ഈ അടിഭാഗമാണ് മീതയ്ക്ക് വരുത്തുക. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ചെറി സിറപ്പ് ഈ ഭാഗത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം മറച്ച് വയ്ക്കാൻ. ഇല്ല വെച്ചെങ്കിൽ നമ്മൾ ടോപ്പിൽ ചെറി സിറപ്പ് വെച്ചിട്ട് ഒഴിക്കുമ്പോൾ അത് ഇറങ്ങി പോകാൻ പാടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇത് ഫുള്ളായിട്ട് കുതിർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് അടിഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെക്കാം. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് ഊരിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ക്രീം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണത്. അപ്പം ഞാനിതേപോലെ പല്ലടുപ്പിച്ചിട്ടുള്ള സ്ക്രാപ്പറാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടൊന്ന് നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് വെക്കുക കേക്കിൻ്റെ ലെവലിനനുസരിച്ച്. സ്പീഡിൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ. അതിപ്പോൾ ക്യാമറയിൽ കാണിക്കണമെന്ന് ഞാൻ സ്പീഡ് കുറച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടോപ്പ് ഭാഗം ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കൺകോട്ട് ചെയ്ത് കേക്ക് ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം കുറച്ച് നേരം, ഒരു അരമണിക്കൂറോളം. അപ്പോൾ കേക്ക് നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ അതിനകത്ത് ഗോൾഡിൻ്റെ പെയിൻ്റാണിത്, ഫാബ്രിക് പെയിൻ്റാണ് ഗോൾഡിൻ്റെ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് ക്രീം നിറച്ചാണ്. നമുക്കിതുകൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ചോക്ലേറ്റ് ഉരുക്കിയിട്ട് നമുക്കിതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ ബ്ലാക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും കേട്ടോ. അപ്പം നമ്മൾ അടിഭാഗത്തും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറി വെച്ചിട്ടൊന്ന് അലങ്കരിക്കാം. ഒരു ഫ്ലവർ വിട്ടിട്ട് വേണം ചെറി വയ്ക്കാൻ. അപ്പം നമ്മൾ ചെറി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിതിലേക്ക് പേര് എഴുതണം. അപ്പം ഞാൻ ഇതേപോലെ ചോക്ലേറ്റ് കൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി അതിനകത്ത് എഡിബിൾ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ഞാൻ പേര് എഴുതിയതാണിത്. നമുക്കിത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഞാൻ ഇതേപോലെ ഒരു സ്ക്രൂവർ എടുത്തിട്ട് അതിൻ്റെ മീതെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട്. അപ്പം നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.